ഹലോ ഫ്രണ്ട്സ്, ലൈഫ് ചാപ്റ്റേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എരവാനിലെ കാഴ്ചകൾ തന്നെയാണ് കാണുന്നത്. എനിക്കറിയാം നിങ്ങൾ കുറേ കണ്ട് ബോറടിച്ചിട്ടുണ്ടാവും. ചിലപ്പം എരവാൻ കാഴ്ചകൾ മാത്രം ആയതുകൊണ്ട് വീഡിയോ കാണാതെയും പോയിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു കംപ്ലീറ്റ് അർമേനിയൻ യാത്രാ ഗൈഡാണ്. ഇനി അർമേനിയ പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു പ്ലേലിസ്റ്റ് ആയിരിക്കും ഞങ്ങളുടെ അർമേനിയൻ യാത്രാ ഡയറീസ്. സോ ഇനിയും ഒന്നോ രണ്ടോ വീഡിയോകൾ മാത്രമേ ഉള്ളൂ അർമേനിയതായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ലവേഴ്സ് പാർക്കിലേക്കും മദർ ഓഫ് അർമേനിയ സ്റ്റാച്യുവിലേക്കുമാണ്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ കാണുക, ആസ്വദിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വെൽക്കം ടു ലൈഫ് ചാപ്റ്റേഴ്സ്. അങ്ങനെ അന്നത്തെ വൈകുന്നേരവും ഞങ്ങൾ നടക്കാനിറങ്ങി. ഇന്നത്തെ ലക്ഷ്യം ലവേഴ്സ് പാർക്കും മദർ ഓഫ് അർമേനിയ ആണ്. റൂമിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരമാണ് ലവേഴ്സ് പാർക്കിലേക്ക് കാണിക്കുന്നത്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ വെയിലൊക്കെ ചാഞ്ഞു തുടങ്ങി. വലിയ ചൂടും തോന്നിയില്ല. അതുകൊണ്ട് നടന്നു പോകാനുള്ള തീരുമാനത്തിൽ ഞങ്ങൾ ഇറങ്ങി. വിചാരിച്ച പോലെ അത്ര എളുപ്പമായിരുന്നില്ല പോക്ക്, കാരണം ഫുൾ കയറ്റമായിരുന്നു. ആദ്യത്തെ ഒരു ആവേശം കുറച്ച് കഴിഞ്ഞപ്പം അങ്ങ് മാറിക്കിട്ടി. എന്നാലും പുതിയ പുതിയ കാഴ്ചകളായതുകൊണ്ട് അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പതുക്കെ അങ്ങ് നടത്തം തുടർന്നു. നോർത്തേൺ അവന്യൂവിൽ നിന്ന് എരവാൻ സിറ്റിയുടെ വേറെ ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നത് എല്ലാ സ്ഥലത്തും ഈ മുന്തിരി വള്ളി ഇങ്ങനെ പടർന്ന് കിടക്കുന്നൊരു കാഴ്ച, അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടൊരു കാഴ്ചയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമുക്കിത് തീരെ പരിചിതമല്ലാത്തൊരു കാഴ്ചയാണല്ലോ. ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും മുന്തിരി ചെടിയും ബാക്കിയുള്ള ഫ്രൂട്ട്സും ഒക്കെയാണ് കാണാനുള്ളത്. അങ്ങനെ ഞങ്ങൾ നടന്ന് അവസാനം എത്തിയപ്പോൾ വഴിയില്ല, അവിടെ വഴി അവസാനിച്ചു. പിന്നെ നോക്കുമ്പോൾ ഒരു ഇടവഴി, 2 ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു ഇടവഴി കണ്ടു. അതിൻ്റെ അപ്പുറത്തൊരു ടാറിട്ട റോഡും കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു കയറി. ഗൂഗിൾ മാപ്പ് കാണിച്ച വഴി കൂടെയൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് ഗൂഗിൾ അമ്മായി എതിലേ നടക്കാൻ പറയുന്നോ അതിൽ നടക്കാല്ലാണ്ട് ഇവിടെ വേറെ ഒരു രക്ഷയില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നടന്ന് അതിന് മുമ്പോട്ടെത്തിയപ്പോഴാണ് ഒരു ചെറിയ കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടത്. കോമ്പൗണ്ട് മതിലും ബാക്കി സകല സംഭവങ്ങളും മുന്തിരി വള്ളികളുകൊണ്ടാണ് ചുറ്റപ്പെട്ടിരിക്കുന്നത്. മുന്തിരി കുറച്ച് പഴുത്ത് കിടക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചയാണ് നമ്മളെപ്പോലെ കേരളത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക്. അങ്ങനെ ആ ചെറിയ വെയിലും കൊണ്ട് ഞങ്ങൾ നടക്കുമ്പം പിന്നെയും ഇതേ കാഴ്ചകൾ തന്നെയാണ്. ഇത് നമുക്ക് ഇത്ര എക്സൈറ്റിംഗ് ആണെങ്കിലും ഇവിടുത്തുകാർക്ക് ഇതൊരു നിത്യ കാഴ്ചയായതുകൊണ്ട് അവർക്ക് യാതൊരുവിധ എക്സൈറ്റ്മെൻറ്റ് ഇത് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പോകുന്ന വഴിയിലൊക്കെ ഈ പറമ്പിലൊക്കെ കാണുന്നത് ഈ ഫ്രൂട്ട് പ്ലാന്റ്സുകൾ തന്നെയാണ്. പ്ലമ്മും ചെറിയും അങ്ങനെ പിയറും ഒക്കെ എല്ലാ വീട്ടിലെ പറമ്പിലും ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. ഞങ്ങളിങ്ങനെ അർമേനിയയുടെ സ്ട്രീറ്റിലൂടെ ലവേഴ്സ് പാർക്കും തപ്പിയിട്ട് നടക്കുകയാണ്. തണലത്തെത്തുമ്പോൾ നല്ല സുഖമുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് അവസാനം ലവേഴ്സ് പാർക്ക് കണ്ടുപിടിച്ചു. ഈ ലവേഴ്സ് പാർക്ക് എന്ന് പറഞ്ഞാൽ 18ാം നൂറ്റാണ്ട് മുതൽ എരവാൻ സിറ്റിയിൽ സ്ഥാപിതമായ ഒരു പാർക്കാണ്, പബ്ലിക് പാർക്കാണ് ലവേഴ്സ് പാർക്ക്. ഇത് പേര് കേട്ടിട്ട് കാമുകിമാർക്ക് വേണ്ടി മാത്രമുള്ള പാർക്കൊന്നുമല്ല, എല്ലാവർക്കും ഇവിടെ വരാം. 2005 മുതൽ 2008 വരെ ഇതിന് റിനോവേഷൻ ആയിരുന്നു. 2008 നവംബറിലാണ് ഇത് രണ്ടാമത് പബ്ലിക്കലി എല്ലാവർക്കും ഓപ്പണായി കൊടുത്തത്. 2.5 ഹെക്ടറിൽ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു പാർക്കാണ്. സിറ്റിയുടെ നടുക്ക് ഇങ്ങനെ ഒരു സ്ഥലം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ല കാര്യം തന്നെയാണ്. വീക്കെൻഡുകൾ ആഘോഷിക്കാനും വൈകുന്നേരങ്ങൾ വന്നിരിക്കാനും ഒക്കെ വളരെ രസകരമായ, നമുക്ക് വീഡിയോയിൽ തന്നെ കാണാമല്ലോ, ചുറ്റും പച്ചപ്പും. ഇവിടുത്തെ മരങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ പാർക്ക് എത്രയോ പഴക്കം ചെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ കുറേ ദൂരം ഞങ്ങൾ നടന്നു. കുറേ ദൂരം, ആകെപ്പാടെ ദൂരം കുറച്ച് കാണിക്കുന്നുള്ളൂ. 1.2 കിലോമീറ്ററാണ് റൂമിൽ നിന്ന് കാണിച്ചത്. പക്ഷേ അത്യാവശ്യം സ്ട്രീറ്റൊക്കെ നല്ല കയറ്റവും അങ്ങനെ കുറേ വളവും തിരിവും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നീ ക്ഷീണിച്ചാ? പിന്നെ കുറച്ച് ടയർഡായി തോന്നുന്നു. എന്തായാലും അവസാനം ഞങ്ങൾ ലവേഴ്സ് പാർക്കിലെത്തി. ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട്. പാർക്ക് വളരെ കാം ആൻഡ് ക്വയറ്റ് ആണ്. ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നാലും ഭയങ്കര ബഹളങ്ങളൊന്നുമില്ല. വലിയ പാർക്കാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പാർക്കാണ്. ടൗണിൻ്റെ സെൻറ്ററിൽ തന്നെയാണ്.
പിന്നെ ചൂടുകാലം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു വൈബാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഫുൾ ഗ്രീനറിയാണ്, വലിയ വലിയ മരങ്ങളും ചെറിയ മരങ്ങൾ. ഈ അടുത്ത കാലത്തൊന്നും സ്ഥാപിച്ച പാർക്കൊന്നുമല്ല, ഒരുപാട് വർഷം പഴക്കമുള്ള പാർക്കാണ്. ഇവിടെ ഇരിക്കാൻ ഒരു സുഖമുണ്ട്. ചൂടൊക്കെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ചൂടും കാര്യങ്ങളൊക്കെ ഒന്ന് കുറവുണ്ട്. പിന്നെ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മളിങ്ങനത്തെ സ്ഥലങ്ങൾ കാണാമെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, അതും ഈ കൂട്ടത്തിലുണ്ട്. പിന്നെ ഈ നടന്നിട്ടുള്ളൊരു ക്ഷീണം കുറച്ച് കൂടുതലാണ്. പക്ഷെ എന്നാലും സാരമില്ല, ഇനി നമുക്ക് എപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റുമോ ഒന്നും നമുക്കറിയില്ലല്ലോ. സോ മാക്സിമം സ്ഥലം ഇങ്ങനെ സേഫായിട്ട് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാഗ്രഹം. ഇനിയിപ്പോൾ ഞങ്ങൾ പോകണമെന്ന് വിചാരിക്കുന്ന സ്ഥലത്തേക്ക് ഇന്ന് പോകാൻ പറ്റുമെന്നറിയില്ല. ബട്ട് എന്നാലും ഇവിടുന്ന് ആകെ 1.3 കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് പോകാൻ പറ്റുമായിരിക്കും. എന്തായാലും കുറച്ച് നേരം വീട്ടിൽ നിന്ന് സമാധാനത്തിൽ റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വെച്ചു. ഒന്ന് വേർപ്പൊക്കെ ആറിയിട്ടെ. സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ സമയം ഇവിടെ ഏകദേശം 6:15 കഴിഞ്ഞു. ഒരു 9 മണി വരെ ഈ ലൈറ്റ് ഉണ്ടാവും. 8:30 9 വരെ ഏകദേശം ഈ ലൈറ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ പിന്നെ പോകാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. തിരക്കാക്കിയിട്ട് പോകേണ്ട കാര്യമില്ല. ഞങ്ങൾ ആദ്യം മദർ ഓഫ് അർമേനിയയിലേക്ക് നടന്നു പോകുന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഈ നടത്തം തന്നെ ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് ഇവിടെ നിന്ന് നേരെ ടാക്സി വിളിച്ച് മദർ ഓഫ് അർമേനിയയിലേക്ക് പോകാനാണ് വിചാരിക്കുന്നത്. കാസ്കേഡ് പാലസിൻ്റെ മുകളിലാണ് ഈ മദർ ഓഫ് അർമേനിയ സ്ഥിതി ചെയ്യുന്നത്. അവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോടെ നടക്കാനുണ്ട് മുകളിലേക്ക്. എന്തായാലും ഇനി നടത്തം ശരിയാണെന്ന് ഉറപ്പിച്ച് ഞങ്ങൾ ടാക്സി വിളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ടാക്സിയൊക്കെ പിടിച്ച് മദർ ഓഫ് അർമേനിയയുടെ ഏകദേശം ഓപ്പോസിറ്റ് സൈഡ് എത്തി. ടാക്സിക്കാരൻ ഞങ്ങൾ ഇവിടെയാണ് ഡ്രോപ്പ് ചെയ്തത്. ഇനി ഇവിടുന്ന് ഒരു അണ്ടർ പാസേജ് ക്രോസ് ചെയ്ത് നമുക്ക് അപ്പുറത്തേക്ക് പോകാനേ ഉള്ളൂ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ മുമ്പിൽ കാണുന്നത് കാസ്കേഡ് പാലസ് ആണ്. നമുക്ക് എരവാൻ സിറ്റിയുടെ കുറേ കൂടെ വിശാലമായൊരു വ്യൂ നമുക്ക് ഇത്രയും ഉയരത്തിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റും. ദൂരെ വിക്ടറി പാർക്കിൽ തലയുയർത്തി നിൽക്കുന്ന മദർ ഓഫ് അർമേനിയയുടെ സ്റ്റാച്യു നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം. ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് അങ്ങോട്ടേക്കാണ്. മദർ ഓഫ് അർമേനിയയുടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഞങ്ങളിപ്പം ഇത് ഷൂട്ട് ചെയ്യുന്നത്. ബാക്കിൽ അങ്ങ് കാണാം, എൻ്റെ ഇടതുവശത്തായിട്ട് ശരിക്കും അങ്ങ് പുറകിൽ കാണാം മദർ ഓഫ് അർമേനിയയുടെ സ്റ്റാച്യു. ഇനിയിപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇത് നല്ല കാറ്റിലുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഇവിടെ. ഞങ്ങൾ ഇങ്ങോട്ട് ടാക്സിക്കാണ് വന്നത്. നമ്മൾ ലവേഴ്സ് പാർക്കിൽ നിന്ന് ടാക്സിക്കാണ് വന്നത്. ഓൾമോസ്റ്റ് ഒരു 5 കിലോമീറ്റേഴ്സ് അല്ലേ, 5 കിലോമീറ്റേഴ്സ് ഉണ്ടാവും. 700 അർമേനിയൻ ഡ്രാമാണ് ആയത്. അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും പറയാനില്ല ടാക്സി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു തുടങ്ങി. ഈ അണ്ടർ പാസേജിൽ കൂടിയാണ് നമുക്ക് വിക്ടറി പാർക്കിൻ്റെ ഗേറ്റിലേക്ക് എത്തേണ്ടത്. ഏതോ ഒരു ഇരുട്ട് നിറഞ്ഞ ഗുഹയിൽ കൂടെ നേരെ വെളിച്ചത്തേക്ക് പുറം ലോകത്തേക്ക് കടക്കുന്നൊരു ഫീലാണ് നമുക്ക് അപ്പുറം എത്തുമ്പം. അണ്ടർ പാസേജിൽ ലൈറ്റും കാര്യങ്ങളൊന്നും അവർ ഫിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ വിക്ടറി പാർക്കിൻ്റെ അടുത്തെത്തി. വിക്ടറി പാർക്കിനെ പറ്റി പറഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ വിജയത്തിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് വിക്ടറി പാർക്ക് ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. അന്ന് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന ഒരു രാജ്യമായിരുന്നു അർമേനിയ. അന്ന് വിക്ടറി പാർക്കിൽ നമ്മുടെ മദർ ഓഫ് അർമേനിയയുടെ സ്റ്റാച്യുവിന് പകരം സ്റ്റാലിൻ്റെ പ്രതിമയാണ് സ്ഥാപിക്കപ്പെട്ടിരുന്നത്. പിന്നീട് അത് 1967 മദർ ഓഫ് അർമേനിയയുടെ സ്റ്റാച്യു സ്ഥാപിക്കപ്പെട്ടത്. സ്റ്റാലിൻ്റെ പ്രതിമ അവിടെ നിന്ന് മാറ്റി മദർ ഓഫ് അർമേനിയയുടെ പ്രതിമ അവിടെ മാറ്റി സ്ഥാപിക്കപ്പെട്ടത് 1967. ഞങ്ങളങ്ങനെ പതുക്കെ മുമ്പോട്ടേക്ക് നടന്നു. ഇത് വിശാലമായൊരു പാർക്കാണ്, പബ്ലിക് പാർക്ക് പോലെ തന്നെയാണ്. ഇവിടെ നമുക്ക് എല്ലാ തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റിയും ഒരു കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉള്ള ഒരു വലിയൊരു പാർക്ക് തന്നെയാണ്. ഭക്ഷണം കഴിക്കാനൊരു പ്രത്യേക ഏരിയ ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ പ്രത്യേക ഏരിയ ഉണ്ട്. അങ്ങനെ വളരെ വിശാലമായൊരു പാർക്കാണ് എരവാൻ സിറ്റിയിലുള്ള വിക്ടറി പാർക്ക്.
അങ്ങനെ ഞങ്ങൾ നടന്ന് ഏകദേശം മദർ ഓഫ് അർമേനിയ സ്റ്റാച്യുവിൻ്റെ അടുത്ത് എത്താറായി. നമുക്ക് കാണാം അങ്ങോട്ട് കയറി വരുമ്പം തന്നെ സെക്കൻഡ് വേൾഡ് വാറിൽ ഉപയോഗിച്ചിരുന്ന പല വാഹനങ്ങളും അതേപോലെ അവിടെ അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പം ടാങ്കർ ലോറികളായി കഴിഞ്ഞാലും ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന യുദ്ധവിമാനങ്ങളാണെങ്കിലും മിസൈൽ ലോഞ്ചേഴ്സ് ആണെങ്കിലും ഒക്കെ എല്ലാം അവിടെ അതുപോലെ കീപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊക്കെ ഒരു ഭയങ്കര വ്യത്യസ്തമായ കാഴ്ചയാണ്. നമുക്കങ്ങനെ എപ്പോഴും കാണാൻ കിട്ടുന്ന കാര്യങ്ങളല്ലല്ലോ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 80ഓളം വർഷങ്ങൾക്ക് മുൻപ് യുദ്ധത്തിൽ പങ്കെടുത്ത യുദ്ധോപകരണങ്ങൾ അതേപോലെ പുതിയതുപോലെയാണ് നമുക്ക് തോന്നുന്നത് ഇപ്പോൾ കാണുമ്പോഴും. അതേപോലെ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ എഫേർട്ടൊന്നും അല്ലല്ലോ. അപ്പോൾ അത് നമുക്ക് കാണാനുള്ള ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് മദർ ഓഫ് അർമേനിയ സ്റ്റാച്യു വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വിക്ടറി പാർക്കിൽ കിട്ടുന്നത്. $57 മീറ്റർ ഉയരത്തിലാണ് വിക്ടറി പാർക്കിൽ ഈ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത്. സെക്കൻഡ് വേൾഡ് വാറിൽ മരണപ്പെട്ട പട്ടാളക്കാരോടുള്ള ആദരസൂചകമായിട്ട് ഇവിടെ ഒരു കെടാവിളക്ക് ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ ചെന്ന സമയം ഏകദേശം സന്ധ്യയൊക്കെ ആയിരുന്നു. വലിയ ആൾത്തിരക്കും ബഹളങ്ങളും ഒന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു അത്. സോ അതുകൊണ്ട് വളരെ സാവധാനം കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ ഇറങ്ങാമെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ കുറേ സമയം അവിടെ ചിലവഴിച്ചിട്ടാണ് തിരിച്ചു വന്നത്. നമുക്കവിടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ പൂർണ്ണമായുള്ളൊരു കാഴ്ച കിട്ടും എരവാൻ സിറ്റിയുടെ. ഇനി എന്തായാലും ഞങ്ങൾ രാത്രിയുടെ കാഴ്ചകളുടെ പകർത്തിയിട്ടേ തിരിച്ചിറങ്ങുന്നുള്ളതെന്ന് തീരുമാനിച്ചു. ഇവിടെ രാത്രിയാണെങ്കിൽ എന്തായാലും 9 മണി ആവണം. ഇപ്പോൾ തന്നെ നമുക്ക് വിശാലമായ ഒരു കാഴ്ച വളരെ ഇമ്പ്രസീവായിട്ടാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ രാത്രി കാഴ്ചയും കൂടെ കണ്ടതിന് ശേഷം ഞങ്ങൾ പതുക്കെ തിരിച്ചിറങ്ങും. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് എത്രയോ ശത്രുക്കളെ കൊന്നൊടുക്കിയ ഒരു വാഹനത്തിൻ്റെ മുകളിലാണ് ഈ പിള്ളേരൊക്കെ കയറി കളിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു കൗതുകമാണ് തോന്നുന്നത്. ഈ ടാങ്കറുകളും ആ കാലത്തുണ്ടായിരുന്ന ഒരുവിധപ്പെട്ട എല്ലാ യുദ്ധ ഉപകരണങ്ങളും ഇവിടെ അതേപടി സൂക്ഷിച്ചിട്ടുണ്ട്. നേരം പതുക്കെ സന്ധ്യയായി തുടങ്ങി, ഇരുട്ട് പരക്കുന്നത് നമുക്ക് കാണാം. അപ്പം കുറച്ചുകൂടെ സമയം ഇവിടെ ചിലവഴിച്ചിട്ട് പതുക്കെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങും. ഇനിയിപ്പം ഒരുപാട് ദൂരം നടന്ന് താഴേക്ക് പോകാനുണ്ട്. താഴെ എത്തിയിട്ട് വേണം വിശാലമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് റൂമിലേക്ക് പോകാൻ. ഇന്നത്തെ നടത്തം ശരിക്കും നല്ല ടയർഡ്നെസ് ഉണ്ടാക്കി. ഇനിയിപ്പോൾ താഴത്തേക്കുള്ള നടത്തം ആലോചിക്കുമ്പം കുറച്ച് വിഷമമുണ്ട്, പക്ഷേ നടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം ഞാനിരിക്കുന്ന സ്ഥലം മദർ ഓഫ് അർമേനിയയുടെ കാൽച്ചുവട്ടിലാണ്. ഇപ്പം എൻ്റെ പുറകിൽ തന്നെ കാണാം, എന്താ പറയുക, സെക്കൻഡ് വേൾഡ് വാറിൽ ഉപയോഗിച്ച ഒരു ഗണ്ണാണത്. ഓൾമോസ്റ്റ് 80 വർഷം പഴക്കമുള്ള ഒരുപാട് മനുഷ്യജീവനെടുത്ത ഒരു ഉപകരണമാണ് എൻ്റെ പുറകിലിരിക്കുന്നത്. അതുപോലെ ഇവിടെ ചുറ്റുമായിട്ട് നിരവധി ടാങ്കറുകളും അവർ ആ യുദ്ധ സമയത്ത് യൂസ് ചെയ്ത ഒരുപാട് വാഹനങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. ഞങ്ങളിപ്പോൾ വന്നപ്പം ഓൾമോസ്റ്റ് 8:45-9 മണി ആവാനായി. ഇപ്പോഴും ഒരു സന്ധ്യയായ ഫീലാണ് ഇവിടെ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ലൈറ്റൊക്കെ ഇട്ട് കുറച്ചും കൂടെ നല്ലൊരു വ്യൂ ആവും. അപ്പോൾ ആ ഒരു ഷോട്ടും കൂടെ എടുത്തിട്ട് തിരിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ താഴെ തന്നെ, ഇതിൻ്റെ തൊട്ട് താഴെ തന്നെയായിട്ട് ഒരിക്കലും അണയാത്തൊരു ദീപമുണ്ട് താഴെ അവർ കത്തിച്ചിട്ട്. അത് യുദ്ധത്തിൽ ജീവൻ വെടിഞ്ഞ ആൾക്കാരോടുള്ളൊരു സ്മരണാർത്ഥം സൂക്ഷിക്കുന്നതാണ് ഇങ്ങനെ. അതിഗംഭീരമായ രാത്രി കാഴ്ചയാണ് മദർ ഓഫ് അർമേനിയയുടെ മുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. താഴത്തെ പട്ടണത്തിലെ ലൈറ്റൊക്കെ തെളിഞ്ഞ് ഗംഭീരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എരവാൻ പട്ടണം മുഴുവൻ ലൈറ്റിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റും. ഞങ്ങളെന്തായാലും പതുക്കെ താഴേക്ക് നടക്കാൻ തീരുമാനിച്ചു. ആ കെടാവിളക്ക് ശക്തമായ കാറ്റിൽ ഇങ്ങനെ ആടി ഒലഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം.
എരവാൻ സിറ്റിയുടെ ഒരു അറ്റം മുതൽ അങ്ങേ മറ്റേ അറ്റം വരെ ലൈറ്റിൽ കുളിച്ച് കിടക്കുന്ന കാഴ്ച അതിഗംഭീരമാണ്. ആ ഒരു കാഴ്ച ആസ്വദിക്കണമെങ്കിൽ ഈ ഒരു ഉയരത്തിൽ മദർ ഓഫ് അർമേനിയയുടെ കാൽച്ചുവട്ടിൽ തന്നെ നമ്മൾ വരണം. അങ്ങനെ ഞങ്ങളെന്തായാലും ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പതുക്കെ താഴേക്ക് നടന്നു തുടങ്ങി. ഞങ്ങളിനി നേരെ താഴെ ഇറങ്ങി കാസ്കേഡ് പാലസ് വഴി താഴെ എത്തി അവിടുന്ന് ഭക്ഷണം കഴിച്ച് വീണ്ടും റൂമിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഒരിക്കലും മറക്കാത്ത ഒരു വൈകുന്നേരമായിരുന്നു മദർ ഓഫ് അർമേനിയയുടെ കാൽച്ചുവട്ടിൽ ഞങ്ങൾക്ക് കിട്ടിയത്. വീണ്ടും കാഴ്ചകളുമായി കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.